ഇവിടെ നല്ലൊരു കയ്യടി പറട്ടെ എന്നാല്. മാഷാഅല്ലാഹ്, അടിപൊളി. KG ആനുവൽ ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് ശലഭോത്സവം എന്ന് പറയുന്ന ഈ മനോഹരമായിട്ടുള്ള നമ്മുടെ ഈ സ്കൂളിൻ്റെ സന്തോഷം നിറഞ്ഞ ഈ ഒരു പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇനി നമുക്ക് പരിപാടിയൊക്കെ തുടങ്ങിയാലോ. ഇന്നത്തെ നമ്മുടെ ഗസ്റ്റുകൾ ആരൊക്കെയാണെന്ന് ഞാൻ പരിചയപ്പെടുത്താതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്ന് നമുക്ക് ഒരുപാട് പാട്ടുകളൊക്കെ പാടിത്തന്ന് പാട്ട് പോരാ, മതിയായില്ല എന്നൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞവർക്ക് മുന്നിൽ മൂസിൻ തങ്ങൾ വീണ്ടും നമ്മുടെ പ്രിയപ്പെട്ട രഹനത്തെ ക്ഷണിച്ചപ്പം നമുക്ക് ഒരുപാട് സന്തോഷമായി. രഹനത്തെ ആ 10-25 വർഷങ്ങൾക്ക് മുൻപ് പാടിയ ഒരു പാട്ട് ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ആ പാട്ട് ഏതാണെന്നറിയോ? പാൽനില പുഞ്ചിരി. കേട്ടില്ലേ? അങ്ങനത്തെ ഇഷ്ടം പോലെ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള രഹനത വീണ്ടും നമ്മുടെ ഈ സ്കൂളിൽ വന്നതിൽ നമുക്കൊരു കിടുക്കാച്ചി കയ്യടി കൊടുത്തൂടെ? സ്വാഗതം ചെയ്യാം നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രഹനത്തെ. 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഒരുപാട് തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് രഹനത്തെ 2 പാട്ട് പാടി തന്നിട്ട് പോയിട്ടുണ്ടേനും. അപ്പം നിങ്ങളോട് 2 വാക്ക് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മാപ്പിളപ്പാട്ടിൻ്റെ വാനമ്പാടി രഹനയെ. അസ്സലാമു അലൈക്കും. ഒരുപാട് സന്തോഷം, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ തവണ ഇവിടെ വന്നു, ആ സത്യം കേട്ടോ, ജലാൽ ഇവിടെ സംസാരിച്ച പോലെ തന്നെയാണ് അത് കാര്യം. കാരണം പെട്ടെന്ന് വന്നു, അന്നൊരു മഴയൊക്കെ വന്നിട്ട് നമ്മൾ കുറച്ച് വൈകിയല്ലേ പ്രോഗ്രാമൊക്കെ തുടങ്ങിയത്. അപ്പോൾ പാട്ടിലും അതുപോലെ തന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ ആയിട്ട് ആ തിരക്കിൽ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഇനി പറ്റിയാൽ ഒരു ദിവസം എനിക്ക് പറ്റിയാൽ ഞാൻ വീണ്ടും വരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു ജലാലെ. പക്ഷെ അത് പെട്ടെന്ന് തന്നെ സാധിക്കും, വീണ്ടും എന്നെ പെട്ടെന്ന് തന്നെ വിളിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അതാ ഞാൻ പറഞ്ഞ സന്തോഷം എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. അപ്പം ഞാൻ ഇതിൻ്റെ സ്കൂളിൻ്റെ ഇതിൻ്റെ എല്ലാ ഭാരവാഹികളോടും അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ്, പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കുട്ടികളാവട്ടെ രക്ഷിതാക്കളാവട്ടെ, പിന്നെ ബാക്കി എല്ലാവരും പ്രിയപ്പെട്ടവർ തന്നെയാണ്. അപ്പോൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ ജലാല് പറഞ്ഞ പോലത്തെ 25 വർഷം മുമ്പ് പാടിയ പാട്ടാണ് ഞാൻ. തിങ്കളായിലെങ്കും മങ്കയാൾ ഫാത്തിമ തിന്മകൾ പാടേ നീക്കിയ ഫാത്തിമ അങ്കന സംഘമിൽ റാണിയാൾ ഫാത്തിമ ആഹിറം നാളിലും മാനിതം ഫാത്തിമ ഓർമ്മയിൽ എങ്ങും മിന്നിടും ഫാത്തിമ. ഞാൻ എന്തായാലും ഇത് ഫുള്ളായിട്ട് പാടും. കാരണം ഞാൻ ഈ വരി എടുത്ത് പാടാൻ കാരണം എന്താണെന്നറിയോ ജലാലെ? കുട്ടികളെല്ലാവരും ഈ ഒരു തിങ്കളായിലെങ്കുമാണ് അതിൻ്റെ റീൽസ് ചെയ്യണത്. കാരണം അതെനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. കാരണം അവരൊന്നും എനിക്ക് നേരിട്ട് കാണാൻ പറ്റില്ല, പക്ഷെ എന്നാൽ ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ അതിന് ഒരുപാട് നന്ദി പറയുന്നു. വലിയൊരു ഭാഗ്യമല്ലേ രഹനത്ത? കാരണം 25 വർഷങ്ങൾക്ക് മുൻപ് പാടിയ ഒരു പാട്ട് വീണ്ടും പുതിയ തലമുറയിൽ 7ാം ക്ലാസ്സും 4ാം ക്ലാസ്സും 5ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മുന്നിൽ രഹനത്ത് വന്ന് പാടിയപ്പം അന്ന് നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ കേട്ടിട്ടുള്ള അതേ ശബ്ദം തന്നെയാണ് ഇപ്പോഴും പാടിയപ്പോൾ ഞാൻ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. നല്ലൊരു കൈഡിയോടെ കൊടുക്കണം. കാരണം 25 വർഷം ആ ഒരു ശബ്ദത്തെ നിലനിർത്തിയിട്ട് അത് വീണ്ടും നമുക്ക് മുന്നിൽ പാടിയിട്ടുണ്ടെങ്കിൽ അത് പടച്ചം കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണാണ്. ഈ സംഗീത ലോകത്തെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ തെളിവാണത്. അപ്പോൾ ഇനി നമുക്ക് അതിൽ സ്പെഷ്യലായിട്ട് ഇവരുടെയൊക്കെ പ്രാർത്ഥന ഉണ്ട്, അതാണ്. തീർച്ചയായിട്ടും അത് മാപ്പിളപ്പാട്ട് തുടങ്ങിയ കാലം മുതൽ രഹനത്തെ എന്ന് പാടി തുടങ്ങിയോ അന്ന് മുതൽ നമ്മളെല്ലാവരും തരുന്ന ഒരു സപ്പോർട്ടും അവർ തരുന്ന പ്രാർത്ഥന കാണാതെ സ്നേഹിച്ചവരും. എനിക്ക് തോന്നുന്നു അത് സത്യം പറഞ്ഞാൽ അതിലൊരു കുറച്ചൊരു അഹങ്കാരം ഉണ്ട്. കാരണം അവരൊരു വീട്ടിലെ ഒരാളെ പോലെ ആയിട്ടാ. ചോദിച്ചു നോക്കിയേ, എല്ലാവരും എന്നെ കാണുന്നുണ്ടാവും. ഉമ്മച്ചിയുടെ ചിരിയൊക്കെ കണ്ടാ അറിയാം. സെറ്റാണ് അതാണ് ഞാൻ പറഞ്ഞ. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്, ആ അഹങ്കാരം എന്നാണ് ഞാൻ പറഞ്ഞത് അവരെ. കാരണം എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട ഉമ്മമാരുണ്ടാവും, ഉപ്പമാരുണ്ടാവും, പിന്നെ എന്താ പറയുക, എൻ്റെ പ്രായമുള്ളവർ, മക്കളാവട്ടെ. അപ്പോൾ ആ ഒരു സ്നേഹം എനിക്ക് ഒരുപാട് കിട്ടുന്നുണ്ട്. അത് എന്നും ഇനിയും അങ്ങോട്ട് ഉണ്ടാവട്ടെ, ആ സപ്പോർട്ടും പ്രാർത്ഥനയൊക്കെ എന്നുള്ള ഒരു ഇത് മാത്രമേ എൻ്റെ ഉള്ളിലുള്ളൂ. താങ്ക് യു രഹനത്ത. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ഈ ശലഭോത്സവത്തിൽ 2 കുഞ്ഞു പാട്ടുകാരികള് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടിട്ടുണ്ട്. ചെവിയിൽ പോയിട്ട് പറഞ്ഞേ ഞാൻ അടുത്തത് വിളിക്കുന്നു. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞേ സംസാരിക്കാനൊന്നും ഞങ്ങൾ വരില്ല.
പാട്ട് പാടാനേ വരുള്ളൂ, സംസാരിക്കാൻ വരൂല. അപ്പൊ നമുക്ക് എന്നോട് പറഞ്ഞു സംസാരിപ്പിക്കണ്ടേ? എന്നോട് പറഞ്ഞു നിങ്ങൾ വേഗം പോയി പാടിക്കോളീന്ന്. നല്ലൊരു കയ്യടി കൊടുത്താൽ നമ്മുടെ എല്ലാവരുടെയും ഫാത്തിമ നസ്രീൻ 2 വാക്ക് നമുക്ക് വേണ്ടി സംസാരിക്കും അല്ലേ. ഈ സ്കൂളിൽ ഏതൊക്കെ പ്രശസ്തരും പ്രഗത്ഭരായിട്ടുള്ള കലാകാരന്മാർ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ നാദാപുരത്ത് നിന്നും കോഴിക്കോട് എന്താ പറയുക പള്ളിക്കൽ ബസാർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വന്നിട്ട് പിന്നെ ഇവർ വർത്താനം പറയാതെ പോയാൽ, ഇവർക്ക് വയറ് നിറയെ നമ്മൾ കൈയടിക്കാതെ പോയാൽ നമുക്ക് നഷ്ടമാവില്ലേ. അപ്പോൾ 2 പേർക്ക് ഞാൻ മൈക്ക് കൊടുക്കുകയാണ്. പരിചയപ്പെടുത്തിയാട്ടെ, പേര് പറഞ്ഞാട്ടെ. ഹായ്, ഞാൻ നസ്രീൻ. ഞാൻ ഫാത്തിമ. ഞാൻ നാദാപുരത്ത് നിന്ന് വരുന്നതാണ്, കോഴിക്കോട് ജില്ല. നിങ്ങൾ ഏട്ടത്തിയനെത്തിയല്ലേ? അതന്നെ. നല്ല കയ്യടി എന്താ കൊടുക്കാത്ത? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നാദാപുരത്ത് നിന്ന് വരുന്ന ഈ കുഞ്ഞു പാട്ടുകാരികൾക്ക് ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആരാധകരുള്ള 2 പാട്ടുകാർ നമ്മുടെ സ്കൂളിൽ വന്നപ്പം ഭയങ്കര അഭിമാനമല്ലേ. അവരുടെ വാപ്പയും ഉമ്മയും ഫാമിലിയും ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് രേനത്തയുടെ പാട്ടിൽ തുടങ്ങാം അല്ലേ? തുടങ്ങാം. ഞാൻ പാട്ടെ എന്നാൽ. ഫാത്തിമ നസ്രീൻ്റെ അനുവാദത്തോട് കൂടിയിട്ട് നമുക്ക് രേനത്ത ആദ്യ ഗാനം ആലപിക്കുന്നു. താങ്ക് യു. തൂകുമാ സുന്ദരി പേരിടും ഭൂരി പൂമകൾ ഫാത്തിമ പോരിഷേറിടും ത്വാഹദൻ കൺമണി പൂരിതനൂറ് പൂങ്കരൾ ഫാത്തിമ പാരിലെ നാരിമാർ ആകെയിൽ മാതൃക പാരിലെ നാരിമാർ ആകെയിൽ മാതൃക പൂവിയാൾ ഹാഷിം പൂവിതൾ ഫാത്തിമ പാലിരാ
തൂകുമാ സുന്ദരി പേരിടും ഹൂറി പൂമകൾ ഫാത്തിമ പോരിഷേറിടും ത്വാഹതൻ കൺമണി പൂരിതനൂറ് പൂങ്കരൾ ഫാത്തിമ പാരിലെ നാരിമാർ ആകെയിൽ മാതൃക പാരിലെ നാരിമാർ ആകെയിൽ മാതൃക പൂവിയാൾ ഹാഷിം പൂവിതൾ ഫാത്തിമ പാലിലാ പുഞ്ചിരി തൂകുമാ സുന്ദരി പേരിടും ഹൂറി പൂമകൾ ഫാത്തിമ. Thank you. ജന്നത്ത് കി റാണി ഹമാരെ ഫാത്തിമ. എന്തായാലും ഈ പാട്ട് പാടുമ്പം ഏറ്റവും കൂടുതൽ ആസ്വദിച്ചവർ ഒരുപാടുണ്ട്. പക്ഷെ ഇവിടെ റെഡ് ചുരിദാറൊക്കെ ഇട്ടിട്ട് ടീച്ചേഴ്സ് അല്ലല്ലോ, ആണോ? KG സെക്ഷനിലെ ടീച്ചേഴ്സാണ്. നല്ല രസമായിട്ട് ആ പാട്ടിന് ഒരു താളം പിടിച്ചിട്ട് രേനത്തിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. കാണുകയാണെങ്കിൽ നിങ്ങൾ നല്ലൊരു കയ്യടി കൊടുക്കുമായിരുന്നു. കണ്ടിട്ടില്ല എങ്കിലും നല്ലൊരു കയ്യടി അവർക്ക് കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് വിളിക്കാൻ വേണ്ടിയിട്ട് ഫാത്തിമ നസ്രീനെയാണ്. അവർ രണ്ടുപേരും നല്ല തയ്യാറായിട്ട് നിൽക്കുകയാണ്. അവർ പാടുന്ന പാട്ട് ഞാൻ ഏതാന്ന് പറയുന്നില്ല, പക്ഷെ ആ പാട്ട് കേട്ടത് മുതൽ നിങ്ങളെല്ലാവരും അവരുടെ കൂടെ പാടണം. അവർ നമ്മളുടെ പ്രിയപ്പെട്ട അതിഥികളല്ലേ, നിങ്ങൾ പാടൂലേ? ദേ കിടക്കണ നമ്മളെ ചങ്ങാഴ്ചകളും ചങ്ങായിമാരെയൊക്കെ പാടൂലേ? സെറ്റല്ലേ? റെഡിങ്ങൾ. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട ഫാത്തിമ നസ്രീൻ എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട കലാകാരികൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാണ്. കൂടെ പാടണം കേട്ടോ. ഒരു മൈക്ക്. ഹലോ, ഹലോ കോഡ്ലെസ് ആണോ? ആണോ? ഹലോ ഹലോ ഹലോ. നസ്രിന് ലേശം നല്ല ധൈര്യമൊക്കെ ഉള്ള കുട്ടിയാണ്. ഫാത്തിമ ലേശം ഒരു മാഞ്ഞാളക്കാരത്തിയാണ് അല്ലേ? ലേശം കുറവുണ്ട്. അവളെ കുറവൊക്കെ നിങ്ങൾ കൈയടിയിലൂടെ മാറ്റി കൊടുക്കണം കേട്ടോ. സെറ്റല്ലേ? ആ, എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞ് ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത് ഇവിടെ ഈ സ്കൂള്. അപ്പോൾ ഈ സ്കൂൾ ഒരിക്കലും മറക്കില്ല. തുടങ്ങാം, പ്ലേ ചെയ്തോ. സൗണ്ട് ഫുള്ള്.
കൊഞ്ചല്ല കൊഞ്ചല്ല പെണ്ണെ നീ തുള്ളിക്കളിക്കല്ലേ പെണ്ണെ നിന്റെ മകള് വന്നല്ലോ പെണ്ണെ എടി ലൈലേ ലൈലേ. എന്ത് രസാ ശബ്ദം കേൾക്കാല്ലേ രനത. നമ്മൾ പണ്ട് മാപ്പിളപ്പാട്ടുകളൊക്കെ കാസറ്റൊക്കെ ഇറക്കിയ സമയത്ത് വലിയ വലിയ പാട്ടുകാരൊക്കെ പാടിയുന്നതിൻ്റെ ഇടയ്ക്ക് ഈ ബേബി നാസ്നിന് ബേബിൻ അങ്ങനത്തെ കുറേ സിംഗേഴ്സൊക്കെ വന്നില്ലേ, അതുപോലത്തെ കുറച്ച് ഓർമ്മകൾ തന്ന്. രണ്ടുപേരുടെ ശബ്ദം നല്ല ശബ്ദമാണ്. എന്തായാലും രണ്ടുപേരും ഒപ്പത്തിനൊപ്പമാണ്. നല്ലൊരു കൈയടിയോടെ കൊടുത്താട്ടെ. എന്തായാലും നമ്മുടെ സ്കൂളിൽ നമുക്ക് അവരെ പരിചയപ്പെടാൻ പറ്റിയതിൽ നമ്മുടെ മൂസിൻ തങ്ങൾക്കാണ് നല്ലൊരു കൈയടി കൊടുക്കേണ്ടത്. അവരെ കണ്ടെത്തി നിങ്ങൾക്ക് കാണാനുള്ള ആഗ്രഹം നിറവേറ്റി തന്നതിൽ നല്ലൊരു ഇടിവെട്ട് കൈയടിയോടെ കൊടുക്കണം. ഇത് തങ്ങൾ. ഇനി അടുത്ത പാട്ട് നമുക്ക് രാനത്ത് തന്നെ പാടിയാലോ? പാടാ. ഇതിൽ എത്ര ആൾക്ക് കത്തുപാട്ട് അറിയാം? കത്തുപാട്ട് അറിയോ? അറിയോ? കത്തുപാട്ട് പാടണോ? പാടണോ? നിങ്ങളെന്താ ഒന്നും പറയാത്ത? പാടണോ? പാടാൻ ഇഷ്ടമുള്ള ഒരു സ്റ്റേജിലേക്ക് വരുമോ? ആരുമില്ല. പാടണോ? ഓക്കെ. അപ്പോൾ അടുത്ത ഒരു പാട്ട് രാനത്തെ പാടിയതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ട് കത്തുപാട്ട് പാടിത്തരാം കേട്ടോ. സ്റ്റേജിലേക്ക് വരണം, ഉറപ്പല്ലേ? റെഡി. രേനത്തേക്ക് ഒരു ആഗ്രഹമുണ്ട്. അടുത്ത പാട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പാട്ടാണ്. ഏറ്റവും കൂടുതൽ നമ്മുടെ ഉമ്മമാർക്കും പെങ്ങന്മാർക്കും ഒക്കെ ആയിരിക്കും അറിയാം. ആ പാട്ട് അറിയുന്നവരുണ്ടെങ്കിൽ രേനത്തിൻ്റെ കൂടെ പാടണം എന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. കാരണം അതൊരു നല്ലൊരു വൈബായിട്ട് മാറും. അപ്പോൾ ആ പാട്ട് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, പാടി തുടങ്ങിയാൽ അറിയുന്നവരൊക്കെ കൂടെ പാടണം. സെറ്റല്ലേ? റെഡി.
സൂപ്പർ, അടിപൊളി. കുറേ വർഷം ബാക്കോട്ട് പോയി. ആ അടിപൊളി. ഇതിലല്ല, ഞാൻ അതേപോലെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ലതാജിക്ക് ഞാനൊരു ട്രിബ്യൂട്ട് എല്ലാ വേദിയിലും കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ 1-2 ഹിന്ദി പാട്ടിൻ്റെ ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൈയടിക്കണം. സെറ്റ്. കുറച്ച് ആദ്യം ഒരു പഴയത് ലതാജിയുടെ ഹംകോ മിലി ഹൈ ആജ് യേ ഘടിയാ നസീബ് സേ जी भर के देख लीजिए हमको करीब से, फिर आपके नसीब में ये बात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले के भिल ये हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा गले ഇഷ്ടമായോ? താങ്ക് യു. ഈ ഒരു സമയത്ത് എന്താ മിണ്ടാത്ത? ഈ ഒരു സമയത്ത് ഒരുപാട് പാട്ടുണ്ടല്ലോ, ആബ്കെ നസർ ഉണ്ട്, കുറേ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നണു ഇവരെല്ലാ പാട്ടും പരിപാടികളൊക്കെ കണ്ടിട്ട് അത് എത്രത്തോളം. പിന്നെ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ കോഴിക്കോട് എന്ന് പറയുമ്പോൾ അല്ലേ, പറമ്പിൽ ബസാറും കോഴിക്കോടും ഒക്കെ, മലപ്പുറമൊക്കെ ആയാലും ഹിന്ദി പാട്ടുകൾ ഒരു പ്രത്യേക ഇഷ്ടമല്ലേ അല്ലേ? അതുപോലെ തന്നെ ബാവുക്കാടെ പാട്ടുകളും. അപ്പം ഞാൻ കുറച്ച് ഷാരൂഖ് ഖാൻ്റെ പാട്ടുകളിലോട്ട് വേറെ तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम, तुझे देखा तो ये जाना सनम, प्यार होता है दीवाना सनम, अब यहाँ से कहाँ जाए हम, तेरी बाहों में मर जाए हम, तुझे देखा तो ये जाना सनम, न जाने मेरे दिल को क्या हो गया, अभी तो यही था अभी खो गया, हो गया है तुझको तो प्यार सजना, लाख कर ले तो इनकार सजना, हो गया है तुझको तो प्यार सजना, लाख कर ले तो इनकार सजना, दिलदार सजना है प्यार सजना, आ, 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 हमको हमी से चुरा लो, दिल में कहीं तुम छुपा लो, हम अकेले हो न जाए, दूर तुमसे हो न जाए, पास आओ गले से लगा लो, पास आओ गले से लगा लो, कभी खुशी कभी गम न जुदा होंगे हम, कभी खुशी कभी गम. ഞാനിതാ ഒരു കാര്യം പറയാതെ വയ്യ. ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ
പണ്ട് 10-20 വർഷത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ രേനത്തെ പാടിയ പല പാട്ടുകളും പലർക്കും അറിയില്ല അത് രേനത്തെ പാടിയതാണെന്നുള്ളത്. അതെ. അക്കൂട്ടത്തിൽ ദിൽഹേ ഫാത്തിമയ്ക്കകത്ത് അതിൽ ഫീമെയിൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകളൊക്കെ രേനത്തെയാണ് പാടിയത്. അതെ 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 അല്ലേ? ചാന്ദ് കി രംഗ് ഹെ റസൂൽ കി അല്ലേ, അത് പിന്നെ ദർജപ്പൂവിൻ്റെ ശരിക്ക് ദർജപ്പൂ മോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ മൗത്തോളം വേർപ്പെട്ട ജീവിതം ഇനിയില്ലല്ലോ. അതുപോലെ തന്നെ ചക്കര ചുണ്ടിൽ തേച്ചു വെച്ചൊരു പുഞ്ചിരി എന്മിഴിക്കോണിൽ നോക്കി നിന്നൊരു സുന്ദരി, അത് പിന്നെ ഏതാണീ ഷൗക്കത്തി ഖമറിന്നൊളിരാജാത്തി എന്നിങ്ങു വന്നിങ്ങു നീ ബദറൊളിയേ ജന്നാത്തിൻ കതിരൊളിയേ മുന്താസേ നീ വന്നിടുമോ എന്നും കാണും സ്വപ്നം പൂവണിയാൻ ഷാജഹാനായി നീ വരും നാൾ കൽബിലോർത്ത് കഴിയുകയാണീ ഞാൻ എന്നും നിനക്കായി പാടാം എന്നെ നിനക്കായി നൽകാം കണ്ണിൽ നീയേ നെഞ്ചിൽ നീയേ ഓർമ്മയിൽ നീ മാത്രമെന്നും നീയില്ലാതെ ഞാനില്ല തോഴ. ഇതുപോലെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇത്രയും പാട്ടുകളൊക്കെ പറഞ്ഞപ്പോൾ ഫീമെയിലായിട്ട് അതിൽ നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം നമ്മൾ കേൾക്കുന്ന എല്ലാ പാട്ടുകളുടെയും ശബ്ദം രേനത്തയുടേതാണ് എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു രേനത്ത. താങ്ക് യു. അപ്പോൾ നമുക്ക് വീണ്ടും ഫാത്തിമ നാസറിലേക്ക് പോവാം. പാടാ. കുറച്ച് ആളുകൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണ്. പാട്ട് ഞാൻ പറയണ്ടല്ലോ, ത്രില്ല് പോകണോ വേണ്ട? അപ്പോൾ പാടുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പാടൂലേ? സെറ്റ്. ഹലോ 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 മാനത്തെ ചന്ദ്രനോത്തൊരു മണിമാലയ്ക്ക് കിട്ടും ഞാൻ അറബിപ്പൊന്നൂതിയൊക്കെ അറവാതിൽ പണിയും ഞാൻ ഹല്ലേലേ ഹല്ലേലേ ഹിലാലിന്റെ പൂന്തിരം പോലെ ഹബീബേ ഹബീബേ കിനാവിന്റെ മഞ്ചലിലേറെ സുൽത്താനായി വാഴും ഞാൻ സൽമാ ബീവിയാകും ഞാൻ മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാലയ്ക്ക് കിട്ടും ഞാൻ അറബിപ്പൊന്നൂതിയൊരുക്കി അറവാതിൽ പണിയും ഞാൻ
സുൽത്താനായി വാഴും ഞാൻ, സൽമാ ബീവിയാകും ഞാൻ. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാലിക കെട്ടും ഞാൻ, അറബി പൊന്നൂതിയൊരുക്കി അറബാദിൽ പണിയും ഞാൻ. പുഞ്ചിരി പൂന്തേനേ, മുഞ്ചണിഞ്ഞു പൂമൈനേ, ഇന്നു മുതൽ നീ എൻ്റെ ഷാജഹാനാണല്ലോ. മാതളപ്പൂതാകും മാപ്പിളിന്നൻ താളിൽ മഞ്ഞുമണി പോൽ നിന്റെ കുഞ്ഞുമുഖമാണല്ലോ. കിനാവിൻ്റെ കാണാത്തീരിൽ വിരുന്നെത്തിയോനെ, കബൂലാക്കിടേണം എൻ്റെ അലങ്കാരരാവല്ലേ. സുൽത്താനായി വാഴും ഞാൻ, സൽമാ ബീവിയാകും ഞാൻ. മാനത്തെ ചന്ദ്രനൊത്തൊരു മണിമാലിക കെട്ടും ഞാൻ, അറബി പൊന്നൂതിയൊരുക്കി അറബാദിൽ പണിയും ഞാൻ. പണിക്കോ വാ ബും 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 ബും. ഇനി ഞാൻ കത്തുപാട്ട് പാടട്ടെ, നിങ്ങൾ കൂടെ പാടുമോ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര ഉഷാറില്ലാത്ത എന്താ, ഒരു ഒരു എനർജി ഇല്ലാത്ത നിങ്ങളുണ്ടോ? എനർജി ഉണ്ട്. ആ വലിയമാറിനായിട്ടില്ല എനർജി ഉണ്ടെന്ന് 30 ഒരു കൈയ്യടി കൊടുക്കുകയും. അപ്പോൾ കത്തുപാട്ട് എന്നുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രാജ പാടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പാടുമല്ലോ. സെറ്റല്ലേ? പാട്ട് പാടി നടന്നു കാട്ടുമുല്ല ചോട്ടിലിരുന്നു, കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നാണ്. കത്തുപാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന്, കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള് കാത്തിരുന്നോള്. കത്തുപാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന്, കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള് കാത്തിരുന്നോള്. പാടണേ. കണ്ടു പാടിയ പാട്ടും കേട്ട്, കണ്ടു തീത്തക്കിനാവും കോർത്ത്, പണ്ട് പാടിയ പാട്ടും ചേർത്ത്, കൽബിനുള്ളിലെ കതക് തുറന്ന് പാട്ടെറിഞ്ഞോള് പാട്ടെറിഞ്ഞോള്. കത്തുപാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന്, കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള് കാത്തിരുന്നോള്.
തോറ്റ് തോറ്റ് ഇരുന്ന ബെഞ്ചില് മെലിഞ്ഞിരുന്ന് തോറ്റ് തോറ്റ് ഇരുന്ന ബെഞ്ചില് കൊതുക് പോലെ മെലിഞ്ഞിരുന്ന് കണ്ണിൽ വീണ കരട് പോലെ ചേർന്നിരുന്നോള് ചേർന്നിരുന്നോള് കത്ത് പാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോള് കത്ത് പാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോളേ കാത്തിരുന്നോളേ കത്ത് പാട്ട് പാടി നടന്ന് കാട്ടുമുല്ല ചോട്ടിലിരുന്ന് കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോളേ കാത്തിരുന്നോളേ കത്ത് പാട്ട് പാടി നടന്ന് കണ്ണുകൊണ്ട് കളം വരച്ച് കാത്തിരുന്നോളേ. നല്ലൊരു ഗൈഡ് കൊടുത്താട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ ഏറ്റവും നല്ല അച്ചടക്കവും വിദ്യാഭ്യാസവും ഒക്കെ നൽകുന്ന ഏറ്റവും നല്ല രീതിയിൽ അവരെ പഠിപ്പിച്ച് വലുതാക്കാൻ വേണ്ടി മെനക്കിടുന്ന ഈ പ്രിയപ്പെട്ട ടീച്ചേഴ്സിന് നല്ലൊരു കൈയടി കൊടുക്കണം. രാനത്ത, ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ പ്രിയപ്പെട്ട തങ്ങൾക്ക്. നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഞങ്ങളുടെയൊക്കെ സുഹൃത്തായിട്ടുള്ള തങ്ങളെ ഞാൻ വിളിക്കുകയാണ്. ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. പ്ലീസ് കം. തങ്ങളിപ്പോൾ അല്ല, ജസ്റ്റ് ഒരു കാര്യം, പാടാനല്ല, അതിനല്ല. തങ്ങളുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട് രഹനത്തയോട്. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്, തങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള പാട്ട്. ഉമ്മാൻ്റെ മടിത്തട്ട് എന്ന് തുടങ്ങുന്ന രഹനത്തയുടെ മനോഹരമായിട്ടുള്ള ആ പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേഷൻ. അപ്പോൾ നല്ലൊരു കൈഡി കൊടുത്തുകൊണ്ട് തങ്ങളുടെ ആ ഒരു ഇഷ്ടഗാനം നമ്മുടെ പ്രിയപ്പെട്ട രഹനത്തയിലൂടെ നമുക്ക് കേൾക്കാം. മറ്റൊരു പാട്ടുണ്ടോ താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ? താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ? ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. സ്നേഹക്കാവാണ് ഉമ്മ, സഹനക്കടലാണ്. ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് സുവർക്കം ഓർത്തോളി. ഉദിമതിയാം മുത്ത് മുഹമ്മദിൻ തൂമൊഴിയുള്ളിലുറച്ചോളീൻ. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്നു മറക്കാമോ? ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ? താങ്ക് യു. ഞാൻ ശരിക്കും പറഞ്ഞാൽ എല്ലാ വേദിയിലും ഇത് എടുത്ത് പാടാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ ആദ്യം പാടിയ ഫിലിമിലെ പാട്ടാണ്. പൊന്നിട്ട പെട്ടകം പൂട്ടല്ലേ, അതു തന്നതെനിക്ക് മുത്തല്ലേ. കണ്ണീനും കണ്ണായി വന്നില്ലേ, ഇളം കന്നി നിലാവിൻ വിളക്കല്ലേ. കണി കാണാൻ
ഈ വരിയിൽ അപ്പോൾ ലാസ്റ്റ് പാടിയ വരിയിൽ ഹിറ്റായിട്ടുള്ളൊരു പാട്ടുണ്ട്, അതും കുട്ടികളെ ഫേവറേറ്റാണ്. വെള്ളം കല്ലിൻ ചില്ലും കൂടൊന്നുണ്ടാക്കാം, ഉള്ളിനുള്ളിൽ താലോലിക്കാമെന്നെന്നും, എന്തേ പോരാത്തു വാവേ വാവാച്ചി. കുന്നിക്കൊരു കുത്തി നുള്ളിപ്പറിച്ചിട്ട് വിന്നിക്കൊരുത്തൊരു മാല തീർക്കാം, തിങ്കൾ കിടാവിനെ തോളത്തെടുക്കുന്നത് അങ്കക്കലമാനെ കൊണ്ടുതരാം. ചിങ്കിരി മുത്തല്ലേ എൻ്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം, കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ. ഈ മോള് അത് ഫുള്ള് പാടിയിട്ടുണ്ട് കേട്ടോ ജലാലെ. ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ചെറിയ എന്താ പറയാ, നമ്മുടെ കുഞ്ഞുമോൾ ഇങ്ങനെ ചിരിച്ചു പാടാ. പേരെന്താ പറയുന്നതിന്റെ കുറവെന്താ? പേര് പറ, പേര് പറ, പേര്. ഓക്കെ, നല്ലൊരു കൈഡി കൊടുത്താട്ടെ. നല്ല രസമായിട്ട് ഇവിടെ നിന്ന് പാടുന്നുണ്ടായിരുന്നു. ഞാൻ മൈക്ക് വെച്ച് തരട്ടെ, പാടുവോ? ഇല്ല, ഓക്കെ. അപ്പം നമുക്ക് ഒരു അടിപൊളി പാട്ട് പാടിയാലോ? വന്നിട്ട് അപ്പോൾ വീണ്ടും ഫാത്തിമ നസ്രീൻ നിങ്ങളുടെ എല്ലാവരുടെയും കൈയടികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയാണ്. നല്ല കൈയടി കൊടുത്താട്ടെ. എല്ലാവർക്കും ഉഷാറ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ. ഈ പാട്ടിന് ഡാൻസ് കളിക്കുക, ഇതിൽ സാധാരണ സ്റ്റേജിൽ കുട്ടികൾ കയറുമ്പോഴാണ് ഒരു ഉഷാറൊക്കെ ഉണ്ടാവുക. സ്റ്റേജിൽ കയറാൻ ഇഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? വാ മോളെ, അതിലേ വാ, സ്റ്റേജിൻ്റെ അതിലേക്ക് വരാം, ഡാൻസ് കളിക്കാമല്ലോ. വാ, വരണോ? ഇഷ്ടമുള്ള കുട്ടികൾ വരും, ഒരു 4-5 കുട്ടികൾ വരും. റെഡി? ഹലോ ഹലോ رب ملد بداك ونفكني دها كلون سمون سناته تمالي ليفني شي سولفت قللا سبركي चाचियों नजर देख लो तागतले ये समय यारा जम दिलदारा ये समय यारा जम दिलदारा पमिना मिना रात सर को की सलाम मैया वहे तरा मैया पमिना मिना रात सर को की सलाम मैया वहे तरा मैया ये समय यारा जम दिलदारा पमिना मिना रात सर को की सलाम मैया वहे तरा मैया पमिना मिना रात सर को की सलाम मैया वहे तरा मैया वहे तरा मखमे गुलाब सर में डोरी मखमे गुलाब सर में डोरी चिराग तकूर नहीं बनी बशी मयाना ये समय यारा जम दिलदारा ये समय यारा जम दिलदारा पमिना मिना रात सर को की सलाम मैया वहे तरा मैया पमिना मिना रात सर को की सलाम मैया वहे तरा मैया वहे तरा
दिलदारा ये समय यारा जमा दिलदारा वो मीना मीना रात सर को की सलामया वहे तेरा मया वो मीना मीना रात सर को की सलामया वहे तेरा मया वहे तेरा तबटम कुल्ले हानि हारकम तबटम कुल्ले हानि हारकम सहर महंग के पहाड़ कर समोमा अगर समोमा ये समय यारा जमा दिलदारा ये समय यारा जमा दिलदारा वो मीना मीना रात सर को की सलामया वहे तेरा मया वो मीना मीना रात सर को की सलामया वहे तेरा मया ये समय यारा जमा दिलदारा वो मीना मीना रात सर को की सलामया वहे तेरा मया वो मीना मीना रात सर को की सलामया वहे तेरा मया वहे तेरा मया वहे तेरा मया वहे तेरा താങ്ക് യു. പൊളിച്ചേട്ടാ. അടുത്തായിട്ട് നമ്മുടെ നിങ്ങളുടെ പ്രിയപ്പെട്ട സ്കൂളിലെ ഒരു പാട്ടുകാരി, കുറച്ച് പുരസ്കാരങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളുടെ ഇഷ്ടമൊക്കെ നേടിയിട്ടുള്ള ഒരു കലാകാരിയാണ്. ആ മോൾക്ക് ഈ സ്കൂളിൽ രഹനത്തയോടൊപ്പം നിന്നിട്ട് ഒരു പാട്ട് പാടണമെന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മേച്ചേരി അറിയിച്ചപ്പം ആ കലാകാരിയെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങൾക്ക് തന്നതിന് 10 ഇരട്ടി കയ്യടി നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു കലാകാരിയാണ്. ഈ നാടിൻ്റെ അഭിമാനമായി മാറട്ടെ ആ ഒരു കലാകാരി. സ്വാഗതം ചെയ്യുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഈ പാട്ടുകാരിയെ. വന്നാട്ടെ. എന്താ പേര്? ഷൈമ. ഈ സ്കൂളിൽ എത്ര സ്റ്റാൻഡേർഡിലാണ്? ഞേലേക്ക്. ഏത് പാട്ടാണ് പാടാൻ പോണത്? അസർമുല്ല. നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് അസർമുല്ല എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് ഈ മോള് പാടാൻ ആഗ്രഹിക്കുന്നത് രഹനത്തയുടെ മുന്നിൽ എന്നിട്ട് ആ പാട്ട് പാടണം എന്നുള്ള ആഗ്രഹമാണ്. നല്ലൊരു കൈയടി കൊടുത്താട്ടെ പാട്ട് പാടുന്നതിന് മുൻപ് തന്നെ. താങ്ക് യു.
വീശും കാറ്റേ വന്ന് മിസ്രിന്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സുലൈഖ ബീവി പണ്ട് മുഹബത്തലല്ലേ ചിരി തൂകി തത്സമയത്തിൻ ആക്ഷേപത്താൽ മത്സരമൊന്ന് നടന്നില്ലേ തേൻകനി വെച്ച് മുറിക്കാനായി മംഗത കത്തിയെടുത്തില്ലേ തത്സമയത്തിൻ ആക്ഷേപത്താൽ മത്സരമൊന്ന് നടന്നില്ലേ തേൻകനി വെച്ച് മുറിക്കാനായി മംഗത കത്തിയെടുത്തില്ലേ പൊന്നുളി യൂസഫ് അടുത്ത് വരുമ്പോൾ കന്യകൾ അന്താളിച്ചില്ലേ ലക്ഷ്യം തെറ്റിപ്പോയില്ലേ ആ തങ്ങൾ കൈ മുറിഞ്ഞില്ലേ അസർമുല്ല മണം വീശും കാറ്റേ വന്ന് മിസ്രിന്റെ കഥ പറഞ്ഞാട്ടേ മുഖം പൊത്തി സുലൈഖ ബീവി പണ്ട് മുഹബ